ചേർത്തലയിൽ വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥികളടക്കം 25ഓളം പേർക്ക് പരിക്ക്. ചേർത്തല വയലാർ കൊല്ലപ്പള്ളിയിലാണ് അപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 25ഓളം പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. എറണാകുളത്ത് നിന്നും ചേർത്തലയ്ക്ക് വരികയായിരുന്ന ആശീർവാദ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വടക്ക് നിന്നും തെക്കോട്ട് വരികയായിരുന്നു പ്രൈവറ്റ് ബസ്. അപ്പോൾ ഈ സ്കൂൾ കുട്ടികളും ഇതൊക്കെ വൈകുന്നേരം ടൈമായതുകൊണ്ടാണ് കുട്ടികളായിരുന്നു കൂടുതൽ. അങ്ങനെ ചിലരെയൊക്കെ പല്ല് പോയിട്ടുണ്ട്. ഞാനിത് ഇതിൻ്റെ വീട് വന്നിട്ട് ഇതിൻ്റെ ഇത്രയും സൈഡിൽ ഒതുക്കിയിട്ട് വെച്ചതാണ്. 3 അടിയോളം വണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത്. ഓൻ അടിയുടെ സ്പീഡും ഉണ്ട്. ഒരു ചെറുങ്ങനെ മുട്ടിയതാണെങ്കിൽ അതിൻ്റെ സാറില്ല, ഓവർ സ്പീഡായിട്ട് വന്നതാണ്. ഓൻ ഈ നേരിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് കാണുന്നില്ല എനിക്കറിയില്ല. ഈ ഇട്ടത്ത് വെച്ചാൽ ശരി. ബസിൻ്റെ മുൻഭാഗത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. 25ഓളം പേരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കാര്യമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒരാളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. എന്നാൽ ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവം അറിഞ്ഞ് മന്ത്രി പി പ്രസാദ്, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, ADM ആശ C എബ്രഹാം, തഹസിൽദാർ KR മനോജ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, രാഷ്ട്രീയ നേതാക്കളായ B വിനോദ്, MC സിദ്ധാർത്ഥൻ, KC ആന്റണി തുടങ്ങിയവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. വിൻ മീഡിയ, ചേർത്തല.